ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വിളയൂർ പഞ്ചായത്തിലെ അമരക്കുളം പാടശേഖരത്തിൽ അമരക്കുളം കർഷക കൂട്ടായ്മയും കേരള കർഷക സംഘവും ചേർന്നൊരുക്കുന്ന കണിവെള്ളരിപ്പാടത്തിന്റെ ഉദ്ഘാടനം നടന്നു. വിളയൂർ പഞ്ചായത്ത് കൃഷിഭവനും കൊപ്പം സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായാണ് പദ്ധതിക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നത്. അമരക്കുളം സേതുമാധവൻ എന്ന വ്യക്തിയുടെ 1.5 ഏക്കർ കൃഷിഭൂമിയിലാണ് വിഷുവിന് കണിവെള്ളരിപ്പാടം എന്ന പദ്ധതി ഒരുക്കുന്നത്. ഉദ്ഘാടന പൊതുയോഗത്തിന് വാർഡ് മെമ്പർ പി രാജൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടികളും വയ്യാത്തവർക്കും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മാരകമായ വിഷാംശം നൽകുന്ന പച്ചക്കറികളാണ് പുറമേന്ന് വരുന്നത്. അപ്പോൾ അത് പച്ചക്കറികളെ ഈ വിഷാംശം കുറച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നടന്നു വരില്ല, പരമാവധി കുറച്ചുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറി പരമാവധി ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അത് ഈ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഉദ്ദേശം. രണ്ടാമത്തെ കഴിക്കണം. മൂന്നാമത്തേത് ഇത് സാമ്പത്തികമായ ലാഭം, ഒരു ചെറിയ ലാഭമല്ല, അത് നാട്ടിൽ ഉണ്ട്. നമ്മുടെ വീടിന് മുറ്റത്ത് നമ്മൾ 2 വെണ്ടയ്ക്ക് കുത്തിയിട്ടാൽ അത് അർത്ഥം നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികം ഒന്ന്. രണ്ടാമത് വലിയ കൂട്ടായ്മ, നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കൂട്ടായ്മ ഇതുവഴി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ പല തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഇത് ആലോചിച്ചപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഒരു കാര്യമാണ് നമ്മൾ തീരുമാനിച്ചതും. അതിൻ്റെ പട്ടാമ്പിയിലെ ഈ 7 പഞ്ചായത്തുകളുടെ ആദ്യത്തെ ഒരു പരിപാടി എന്തായാലും ഏരിയാതല ഉദ്ഘാടനം. സംസ്ഥാന പിന്നോക്ക കമ്മീഷൻ അംഗം സുബൈദ ഇസ്ഹാഖ്, കൊപ്പം സർവീസ് ബാങ്ക് പ്രസിഡന്റ് NP രാമദാസ്, കണിവെള്ളരിപ്പാടം കൺവീനർ K സേതുമാധവൻ, കർഷക സംഘം ജില്ലാ നേതാവ് U അജയ്കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K മുരളി, ഗംഗാധരൻ, മണികണ്ഠൻ, സുരേന്ദ്രൻ, മുജീബ് കരുവാൻകുഴി, KK സത്യനാരായണൻ, പുന്നശ്ശേരി കുട്ടേട്ടൻ, വിളയൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ അഷ്ജാന, മറ്റു ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിഷുവിനെ ലക്ഷ്യമാക്കിയൊരുക്കുന്ന പദ്ധതി വിളയൂർ പഞ്ചായത്തിലെ കർഷക സംഘം കമ്മിറ്റികൾ സംയുക്തമായി നേതൃത്വം കൊടുത്ത് അമരക്കുളം കർഷക കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത്.